നമസ്കാരം സുഹൃത്തുക്കളെ, നമ്മൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ചർച്ച ചെയ്തൊരു വിഷയമാണ് ഷൈൻ ടോം ചാക്കോയുടെ വിഷയം. ആ ഷൈൻ ടോം ചാക്കോ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പറഞ്ഞത് ഷൈൻ താമസിക്കുന്ന ഹോട്ടലിലേക്ക് ഗുണ്ടകളാണ് വരുന്നതെന്ന് വിചാരിച്ച് ഓടിയതാണ്. എന്തിനാണ് ഓടിയതെന്ന് ചോദിക്കുമ്പോൾ അതിനൊന്നും ഉത്തരവില്ല, അതെന്തിനാണെന്ന് പറയുന്നുമില്ല. അങ്ങനെ ഇരിക്കെ ഷൈനെ കൂടുതൽ ചോദ്യം ചെയ്യലിനായിട്ട് പോലീസുകാർ വിളിപ്പിക്കുകയുണ്ടായി. അങ്ങനെ ഷൈൻ ഇന്ന് പോലീസ് സ്റ്റേഷനിൽ ഹാജരായി. ആ സമയത്ത് ഷൈൻ വീണ്ടും ആവർത്തിച്ചത് ഷൈൻ ലഹരി ഉപയോഗിക്കാറുണ്ട്, അത് പക്ഷേ MDMA ഉപയോഗിക്കാറില്ല, ഉപയോഗിക്കുന്നത് മെത്താഫിറ്റമിൻ ആണ്, അതോടൊപ്പം തന്നെ കഞ്ചാവ് ഉപയോഗിച്ചിട്ടുണ്ട്. എന്നാണ് അവസാനമായിട്ട് ഉപയോഗിച്ചതെന്ന് ചോദിക്കുമ്പോൾ ഷൈൻ അതിന് ഉത്തരമില്ല, ഉത്തരം മുട്ടിപ്പോവുകയാണ്. അപ്പോൾ ഷൈൻ ഇത് സ്ഥിരമായി ഉപയോഗിക്കാറുണ്ടെന്നും ഷൈൻ അത് കാറിൽ വെച്ചിട്ട് പൊടിച്ചിട്ട് പേപ്പറിൽ ചുരുട്ടി മൂക്കിലേക്ക് വെച്ച് വലിക്കാറാണ് പതിവ്. അതിൻ്റെ ഉപയോഗ രീതി എന്തൊക്കെയാണെന്നുള്ളത് ഷൈൻ കൃത്യമായി പോലീസിനെ അറിയിക്കുകയും ഉണ്ടായി. അപ്പോൾ ഷൈൻ്റെ അടുത്ത നീക്കം എന്ന് പറഞ്ഞാൽ ലഹരി കേസ് റദ്ദാക്കാനായിട്ടാണ്. അത് കോടതിയെ സമീപിക്കും എന്നൊക്കെയാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിലേക്ക് അറിയാൻ സാധിച്ചത്. അപ്പോൾ എന്തിനാണ് വിൻസി അലോഷ്യസ് മാധ്യമങ്ങൾക്ക് മുൻപിലേക്ക് വന്നിട്ട്, അല്ലെങ്കിൽ ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് ലൈവ് ഇരുന്നുകൊണ്ട് ഈ പറയുന്ന രീതിയിൽ ഷൈൻ ടോം ചാക്കോ ഇങ്ങനെയാണ്, ഷൈൻ എൻ്റെ അടുത്ത് മോശമായിട്ട് പെരുമാറി, ഷൈൻ വെള്ളപ്പൊടി എന്തോ ഊതുന്നത് കണ്ടു എന്നൊക്കെ ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് വിൻസി അലോഷ്യസിന് അവസാനം ഒരു കച്ചിത്തുരുമ്പ് കിട്ടി, അതായത് പിടിച്ചു കയറാനായിട്ട്. ഇത് ഈ പറയുന്ന അന്വേഷണത്തിന് എനിക്ക് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല, ഇത് സിനിമയ്ക്കകത്ത് തന്നെ തീരേണ്ട പ്രശ്നമായിരുന്നു. അത് പക്ഷേ ആരോ എന്നെ ചതിച്ചതുകൊണ്ട് അത് പുറത്തെല്ലാവരും അറിഞ്ഞു, അത് പോലീസ് അറിഞ്ഞു, എല്ലാവരും അറിഞ്ഞു. അതിനോട് എനിക്ക് താല്പര്യമില്ല, അത് അങ്ങനെ ഒരു കാര്യമല്ല ഞാൻ ആഗ്രഹിച്ചത്. സിനിമയ്ക്കകത്ത് തന്നെ തീർക്കണം, ഇത് സിനിമയെ ബാധിക്കാൻ പാടില്ല. സിനിമ എന്ന് പറയുന്ന ഒരുപാട് ആളുകളുടെ ലക്ഷ്യമാണ് അല്ലെങ്കിൽ സ്വപ്നമാണ്, ആ സാധനത്തിൽ അത് ബാധിക്കാൻ പാടില്ല. അതുകൊണ്ട് തന്നെ ഇത് പുറത്തേക്ക് വിടാനും എനിക്ക് താല്പര്യമില്ല. ആ ഒരു വിഷമം കൊണ്ടാണ് അത് എന്നോട് പറയാതെ ഇത് പുറത്ത് വിട്ടതുകൊണ്ട് ഞാൻ അഭ്യർത്ഥിച്ചിരുന്നു അത് പുറത്ത് വിടരുത്, എന്നിട്ട് അത് പുറത്ത് വിട്ടതുകൊണ്ടുള്ള മനോവിഷമം കൊണ്ടും ആ ദേഷ്യം കൊണ്ടും ഷൈൻ എന്ന് പറയുന്ന വ്യക്തിയോട് എനിക്ക് ദേഷ്യമൊന്നുമില്ല. ഞാൻ അന്വേഷണത്തിനോട് സഹകരിക്കില്ല എന്ന് ആദ്യം പറഞ്ഞ വിൻസി അലോഷ്യസ് ഇപ്പോൾ പറയുന്നത് അന്വേഷണത്തിനോട് ഞങ്ങൾ സഹകരിക്കും, പക്ഷേ നിയമ നടപടിയുമായി മുന്നോട്ട് പോവില്ല എന്നാണ്. ഈ വിൻസി വീഡിയോ ചെയ്ത സമയത്ത് കേരളക്കരെ ഒന്നാകലെ സമൂഹത്തിലെ എല്ലാ ആളുകളും കണ്ടത് നല്ല ബോൾഡായിട്ടുള്ളൊരു പെൺകുട്ടിയാണ്, തൻ്റെ നിലപാടുകളിൽ ഉറച്ചു നിന്നുകൊണ്ട് എന്ത് കൊള്ളരുതായ്മകളും കണ്ടു കഴിഞ്ഞാൽ വിളിച്ച് പറയാനായിട്ട് കഴിവുള്ളൊരു പെൺകുട്ടിയാണെന്ന് പറഞ്ഞുകൊണ്ട് കമൻറ്റ് ബോക്സ് നിറയെ അത് തന്നെയായിരുന്നു. പക്ഷേ പെട്ടെന്ന് തന്നെ വിൻസി അലോഷ്യസ് ഈ പ്ലേറ്റ് മാറ്റിയപ്പോൾ എല്ലാ ആളുകൾക്കും മനസ്സിലായി ഇതെന്തോ ഒരു പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് ചെയ്തൊരു കാര്യമാണെന്നാണ് എല്ലാവർക്കും തോന്നുന്നത്. എന്തായാലും ഷൈൻ ഇത് ഉപയോഗിക്കുന്ന വ്യക്തിയാണെന്ന് മുൻപ് തന്നെ അറിയാം. ഷൈൻ അത് പിടിക്കപ്പെട്ടാലും ഷൈൻ അത് ഊരിപ്പോകാൻ ഷൈന് നന്നായിട്ട് അറിയാം. എന്തായാലും സിനിമയ്ക്ക് നല്ലൊരു പ്രൊമോഷൻ ആവുന്ന രീതിയിലേക്ക് ഈ കാര്യങ്ങൾ ഇപ്പോൾ പോയിട്ടുണ്ട്. പിന്നെ വിൻസിയ പറയുന്ന കാര്യങ്ങൾ എടുത്തു പറഞ്ഞ കാര്യത്തിൽ ഞാൻ പറഞ്ഞ ഇതാണ്, അതായത് എനിക്കിത് സിനിമയ്ക്കകത്ത് തീർത്താൽ മതി, ഇത് പുറത്ത് പോയിട്ട് വലിയൊരു പരാതിയാക്കി വിപ്ലവം ഉണ്ടാക്കാനൊന്നും എനിക്ക് താല്പര്യമില്ല. അതായത് ഈ പറയുന്ന ഷൈൻ എന്ന് പറയുന്ന ഒരു വ്യക്തി കേരളത്തിലാണ് ജീവിക്കുന്നത്. ഈ ഷൈനെ പോലെ തന്നെ ഒരുപാട് ആളുകളെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമായിട്ട് പോലീസ് ഓടി നടന്ന് വല വീശി പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതൊന്നും ഒരു പ്രശ്നമല്ല, സിനിമയ്ക്കകത്തുള്ളത് ഞങ്ങൾ തന്നെ സിനിമയ്ക്കകത്ത് തീർത്തോളൂ, അതിന് പുറത്തുനിന്ന് ഒരാളുടെയും അവകാശമോ നിയമോപദേശമോ വേണ്ട എന്നാണ് വിൻസിയുടെ ഈ വാക്കുകളിൽ നമുക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ ഈ മാധ്യമങ്ങളും ഇതൊക്കെ കേട്ട നമ്മളും സപ്പോർട്ട് ചെയ്ത ആളുകളും ഒക്കെ ആരായി? ശശിയായില്ലേ? ശരിക്കും പറഞ്ഞാൽ വിൻസിക്ക് ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല. വിൻസിയോട് പുള്ളിക്കാരൻ മോശമായിട്ട് പെരുമാറിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടും വിൻസിക്ക് അതൊന്നും പ്രശ്നമല്ല. വെളുത്ത പൊടി ഊതിക്കളയുന്ന കണ്ടിട്ടും വിൻസിക്ക് പ്രശ്നമില്ല. ഞങ്ങൾ സിനിമയ്ക്കകത്ത് തീർത്തോളാം, ഇതിനകത്ത് നിങ്ങൾ ആരും ഇടപെടണ്ട എന്നുള്ളൊരു രീതിയാണ് വിൻസി പറയുന്നത്. ഷൈൻ ടോം ചാക്കോയുടെ അടുത്ത് പോലീസുകാർ സംസാരിച്ചപ്പോൾ ഷൈൻ എന്താണ് പറഞ്ഞതെന്നുള്ളത് ഏഷ്യാനെറ്റ് ന്യൂസിൽ വന്നതാണ്, ഞാനൊന്ന് പ്ലേ ചെയ്യാം. മറ്റൊന്ന്, ഇനി എന്തൊക്കെ ലഹരി മരുന്നാണ് കഴിഞ്ഞ കുറേ കാലങ്ങളായി ഈ പറയുന്ന ഷൈൻ ടോം ചാക്കോ ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ് പോലീസ് ചോദിക്കുന്നത്. ആ ഘട്ടത്തിൽ അയാൾ പറയുന്നത് താൻ ഉപയോഗിക്കുന്ന മെത്താംഫിറ്റമിനാണ് ഉപയോഗിക്കുന്നത്. മെത്താംഫിറ്റമിൻ ഉപയോഗിക്കുന്ന രീതിയൊക്കെ തന്നെ അയാൾ പോലീസിന് വിവരിച്ച് കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. അതായത് അത് കയ്യിലെടുത്ത ശേഷം ഒന്നെങ്കിൽ വാഹനത്തിൻ്റെ മുകളിൽ വെച്ചോ അല്ലെങ്കിൽ ഒരു പേപ്പർ ഉപയോഗിച്ചോ തൻ്റെ മൂക്കിലേക്ക് വലിച്ചു കയറ്റിയാണ് താൻ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ചില സമയങ്ങളിൽ കഞ്ചാവ് ഉപയോഗിച്ചിട്ടുണ്ട്. MDMAയോ സ്റ്റാമ്പോ പോലുള്ള വസ്തുക്കളൊന്നും തന്നെ താൻ ഉപയോഗിച്ചിട്ടില്ല. ഈ മെത്താംഫിറ്റമിനാണ് സ്ഥിരമായി ഉപയോഗിക്കുന്നത് എന്നാണ്. അവസാനമായി എന്നാണ് ഉപയോഗിച്ചതെന്ന് ചോദിച്ചപ്പോൾ അത് തനിക്ക് ഓർമ്മയില്ല എന്നുള്ള മറുപടിയാണ് പറഞ്ഞത്. സിനിമാ സെറ്റുകളിൽ ഇത്തരം മെത്താംഫിറ്റമിൻ അടക്കമുള്ള ലഹരി വസ്തുക്കൾ എത്തിച്ചു നൽകാൻ ഏജന്റുമാരുണ്ട് എന്നുള്ളതാണ്, പ്രത്യേകം ഏജന്റുമാരുണ്ട് എന്നുള്ളതാണ് ഈ ഷൈൻ ടോം ചാക്കോയുടെ മൊഴിയിൽ ഉള്ളത്. മാത്രവുമല്ല, ഇവർ ആർക്കൊക്കെ പണം കൊടുത്തിട്ടുണ്ട്, അതായത് ഷൈൻ ടോം ചാക്കോയുടെ സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ച് പോലീസ് ചോദിക്കുന്നുണ്ട്. ഷൈൻ ടോം ചാക്കോയ്ക്ക് 2 ബാങ്ക് അക്കൗണ്ടുകളാണുള്ളത്, ഒന്ന് SBIയിലും ഒപ്പം തന്നെ ഫെഡറൽ ബാങ്കിന്റെ തൃശ്ശൂരിലും ആണ് ഇതുള്ളത്. ഇതിന്റെ കാർഡുകൾ, അതിന്റെ ഡെബിറ്റ് കാർഡുകളൊക്കെ തന്റെ പിതാവും സഹോദരനുമാണ് ഉപയോഗിക്കുന്നതെന്നാണ് ഷൈൻ ടോം ചാക്കോ പോലീസിനോട് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ താൻ ഈ ലഹരി ഇടപാടുകൾക്ക് ചിലപ്പോഴൊക്കെ തന്നെ ഗൂഗിൾ പേ വഴി പണം ചിലർക്ക് കൊടുത്തിട്ടുണ്ട്. അത് ആർക്കൊക്കെയാണ് കൊടുത്തതെന്ന് തനിക്ക് ഓർമ്മയില്ല. സിനിമാ സെറ്റുകളിൽ വെച്ചാണ് കൊടുത്തിട്ടുള്ളത്. സിനിമാ സെറ്റുകളിൽ ചില ഘട്ടങ്ങളിലൊക്കെ തന്നെ ഒപ്പം ഇരിക്കുന്ന ആളുകൾ കഞ്ചാവ് വലിക്കാറുണ്ട്, അവർ പുക വലിക്കൂ എന്ന് പറഞ്ഞ് തനിക്ക് ഇത് നീട്ടാറുണ്ട്, പുക നീട്ടാറുണ്ട്. ആ സമയങ്ങളിലൊക്കെ തന്നെ താൻ വലിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഷൈൻ ടോം ചാക്കോ മൊഴി കൊടുത്തിരിക്കുന്നത്. അയ്യോ പാവം, അല്ലെങ്കിൽ ഇത് കഞ്ചാവ് എന്താണെന്നോ കഞ്ചാവിൻ്റെ ഉപയോഗം എന്താണെന്നോ ഒന്നും അറിയാത്ത ആളാണല്ലോ ഷൈൻ. എന്തിനാണ് ഇങ്ങനെ വെള്ള പൂശുന്നത് മാധ്യമങ്ങളെ? വേറെ ഒരു പണിയില്ലേ? ഒന്നുകിൽ ഷൈൻ കുറ്റക്കാരനാണെങ്കിൽ കുറ്റക്കാരനാണെന്ന് പറയൂ,
ഷൈൻ ഇത് അപ്പോൾ കേരളത്തിലെ ബാക്കിയുള്ള പിള്ളേരെയൊക്കെ പിടിച്ചതൊന്നും ഒരു കുഴപ്പമില്ല. അതൊക്കെ വലിയ രീതിയിൽ ആഘോഷമാക്കിയ പോലീസുകാർക്ക് ഷൈൻ്റെ വിഷയത്തിൽ മാത്രം ഒരു മ്ലാനതയും വിഷമവും സൈലൻസും എന്ത് നിയമമാണല്ലേ? കേരളത്തിൽ ഓടി നടന്ന് എല്ലാവരെയും പിടിച്ചിട്ട് അത് വീഡിയോ എടുത്ത് ആഘോഷിച്ച പോലീസുകാരാണ് ഈ കാര്യത്തിൽ മാത്രം ഇത്രയും സൈലൻ്റായി ഇരിക്കുന്നതെന്നൂടെ നമ്മൾ ഓർക്കണം. എന്തായാലും ഈ കേസിനെ പറ്റി ഇനി വിൻസിക്ക് എന്താണ് പറയാനുള്ളത്, എന്താണ് ഇനി വിൻസിയുടെ നിലപാടെന്നുള്ളത് നമുക്കൊന്ന് കേട്ടു നോക്കാം. എന്ന് വന്നൊരു ന്യൂസാണ്. ഞാൻ ഡീറ്റെയിൽഡ് പറയുന്നില്ല. യെസ്, അന്വേഷണവുമായിട്ട് സഹകരിക്കും ഞാൻ. എക്സ്ക്യൂസ് മീ. അപ്പം അന്വേഷണങ്ങൾ പരാതി കൊടുക്കാൻ ഞാൻ ഇപ്പോഴും എൻ്റെ സ്റ്റാൻഡിൽ ഉറച്ചു നിൽക്കുകയാണ്. ഒരു ലീഗലി മൂവ് ചെയ്യാൻ ഞാൻ തയ്യാറല്ല. പക്ഷെ അന്വേഷണങ്ങൾ വരുമ്പം സഹകരിക്കാൻ ഐ എം റെഡി. നോ, നിങ്ങളത് വളച്ചൊടിക്കരുത്. ഐ എം ടെല്ലിങ്. അതിൽ കൃത്യമായി രാജേഷ് സാർ പറയുന്നുണ്ട്, വരുന്ന അന്വേഷണങ്ങൾ ഞാൻ സഹകരിക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഐ എം നോട്ട് റെഡി ടു ഗോ ഫോർ എ ലീഗൽ തിങ് ഓർ നോട്ട്. നമ്മളത് സിനിമയിൽ തന്നെ നമ്മൾ അതിന്റെ വേണ്ട നടപടികൾ എടുക്കുമെന്ന് തന്നെയാണ്. യെസ്, അതാണല്ലോ വേണ്ടത്. സിനിമയിൽ ഇനി ഇതിങ്ങനെ ആവർത്തിക്കാൻ പാടില്ല എന്നുള്ളതാണ് എനിക്ക് വേണ്ടത്. സോ അതിലോട്ടൊന്നും കോൺട്രവേഴ്സിയിലോട്ടൊന്നും ഞാൻ. അപ്പൊ സിനിമയിൽ ഈ നടപടി എടുക്കാനാണെങ്കിൽ പിന്നെ എന്തിനാണ് മേഡം ഓൺലൈൻ പ്ലാറ്റ്ഫോം ആയിട്ടുള്ള ഇൻസ്റ്റാഗ്രാമിലോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയകളിലൊക്കെ വന്നിട്ട് ഈ പറയുന്ന രീതിയിലേക്ക് വിപ്ലവം ഉണ്ടാക്കാനായിട്ടൊരു വീഡിയോ ചെയ്തത്? ഷൈനുമായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പറഞ്ഞു തീർത്താൽ പോരെ? ബാക്കി കേരളത്തിലുള്ള ലക്ഷോപലക്ഷം ആളുകളെ മണ്ടരാക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ മാധ്യമങ്ങളെ മണ്ടരാക്കുന്ന രീതിയിലുള്ള പ്രഹസനം എന്തിനാണ്? പോലീസുകാരെ മണ്ടരാക്കിയല്ലേ നിങ്ങൾ ചെയ്തത്? നിങ്ങൾക്ക് തമ്മിൽ പ്രശ്നമുണ്ട്, നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു തീർത്താൽ പോരെ? നിങ്ങൾക്ക് സിനിമയ്ക്കകത്താണ് പ്രശ്നമെങ്കിൽ നിങ്ങൾ തന്നെ പറഞ്ഞു സിനിമയ്ക്ക് ഒരു IC ഉണ്ട്, അല്ലെങ്കിൽ അതിന് ഒരുപാട് സംഘടനകളുണ്ട്, അവരോട് സംസാരിച്ച് നിങ്ങൾക്ക് ഒത്തുതീർപ്പിലാക്കിയാൽ പോയി. പിന്നെ എന്തിനാണ് ഇങ്ങനെ മാധ്യമത്തിൻ്റെ മുന്നിൽ വന്നിരുന്നിട്ട് വലിയ രീതിയിലൊക്കെ വിമർശിക്കാൻ വന്നത്? ഇപ്പോൾ അവസാനം അത് വിനയായപ്പോൾ, തനിക്കിട്ട് പണി കിട്ടുമെന്ന് ഉറപ്പായപ്പോൾ പ്ലേറ്റ് അങ്ങ് മാറ്റിയതാണ് നമ്മൾ ഈ കാണുന്നത് കേട്ടോ. എന്നാലും കഷ്ടം തന്നെ വിൻസി. നോ, അതൊന്നും ഇല്ല. ഇനി ഞാൻ ചോദ്യങ്ങൾക്ക് ഞാൻ പറയുന്നില്ല, എൻ്റെ ഒരു നിലപാട് ഞാൻ പറയാം. ഇന്ന് ഇവിടെ IC മീറ്റിംഗ് കൂടുന്നുണ്ട്. അപ്പോൾ അതിൽ ഞാൻ പ്രസന്റ് ആവും. ഞാൻ കൊടുത്ത പരാതിയുടെ ജെനുവിനിറ്റി അവർ ചെക്ക് ചെയ്യും. ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇൻസൈഡ് സിനിമ ദേ വിൽ ടേക്ക് ഓൺ ആക്ഷൻ. അത്രേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. ഇല്ല, അത് അതിന് വേണ്ടത് സിനിമയുടെ ഔട്ട്സ്കേർട്ട് ആവുമ്പോഴാണ് നിയമ നടപടികൾ. എനിക്ക് സിനിമയിലാണ് മാറ്റം വരേണ്ടത്. സോ ഞാൻ അതിൽ തന്നെ സ്റ്റക്ക് ചെയ്യുന്നു, സ്ട്രോങ് ആയിട്ട് സ്റ്റക്ക് ചെയ്യുന്നു. ആൻഡ് ഫോർ ഓൾ മീഡിയാസ്, താങ്ക് യു. നിങ്ങൾ ഇത്രയും നേരം വെയിറ്റ് ചെയ്തതിലൊക്കെ എനിക്കറിയാം എന്താണ് എനിക്ക് സംസാരിക്കാനുള്ളതെന്ന് അറിയാൻ വേണ്ടിയിട്ടായിരിക്കും നിങ്ങൾ വെയിറ്റ് ചെയ്തത്. താങ്ക് യു ഫോർ ദാറ്റ്. ആൻഡ് ഇപ്പം ഭീമയുടെ ഇനാഗുറേഷൻ ആണ്. ലെറ്റ്സ് സ്റ്റക്ക് ടു ദാറ്റ്. ആൻഡ് താങ്ക് യു. ഇതിന്റെ ഇനി തുടർന്നുള്ള നടപടികളും അല്ലെങ്കിൽ എന്തായിരിക്കും റിസൾട്ട് എന്നുള്ളത് ഇന്ന് ഈവനിങ് മേ ബി അറിയാൻ പറ്റുമായിരിക്കും. സോ ഐ സ്റ്റക്ക് ടു മൈ സ്റ്റേറ്റ്മെന്റ്. ഞാൻ എവിടെയും മാറ്റിയിട്ടില്ല. പരാതിയായിട്ട് മുന്നോട്ട് നിയമ നടപടികളായിട്ട് പോയില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്റെ പരാതി ഞാൻ പിൻവലിക്കത്തില്ല. കൊടുത്ത ചേംബറിനും അല്ല ലീക്കായിട്ടുണ്ട്. പക്ഷേ ഐ തിങ്ക് മാതൃഭൂമിയാണ് എന്നോട് ഫിലിം ചേംബറിൽ നിന്നുമാണ് അത് ലീക്കായതെന്ന് പറഞ്ഞത്, വിവരങ്ങൾ കിട്ടിയെന്ന് പറഞ്ഞത്. പക്ഷേ അതൊരു അടിസ്ഥാനപരമായിട്ടുള്ള കാരണമായിരുന്നില്ല. ദാറ്റ്സ് വൈ ഐ ബ്ലെയിംഡ് സജി നന്ദ്യാറ്റ് ആൻഡ് ഐ ഫീൽ സോറി ഫോർ ദാറ്റ്. എന്ത് തന്നെയാണെങ്കിലും അത് പറയാനായിട്ട് കഴിവില്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അതിനെതിരെ മുന്നോട്ട് സംസാരിക്കാനായിട്ട് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് വെറുതെ ഇങ്ങനെ വന്നിട്ട് പ്രഹസനങ്ങൾ നടത്തുന്നത്? സിനിമയിൽ തീർക്കാനുള്ളത് സിനിമയിൽ കത്തയച്ചോ സിനിമയിൽ സംസാരിച്ചോ തീർക്കാം. ഇതൊക്കെ ഒരു തരത്തിൽ പറഞ്ഞാൽ പബ്ലിക് ന്യൂസൻസ് ആണ്. ഇത് കാണുന്ന പബ്ലിക്കിലുള്ള ജനങ്ങൾ അവരെ മണ്ടരാക്കുന്ന തരത്തിലുള്ള കാര്യങ്ങൾ നടന്നു വരുന്നത്. ഷൈൻ ടോം ചാക്കോ ഇത് ഉപയോഗിക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ അത് അയാളുടെ പേഴ്സണൽ ലൈഫിൽ അയാൾ ഉപയോഗിക്കുന്ന തെറ്റല്ല എന്നല്ല. അയാൾ ഉപയോഗിക്കുന്നത് തെറ്റാണ്. അത് സിനിമയിലായിക്കോട്ടെ, അയാളുടെ വീട്ടിൽ നിന്നായിക്കോട്ടെ, എവിടെ നിന്നായിക്കോട്ടെ, ഉപയോഗിക്കുന്ന കാര്യം തെറ്റ് തന്നെയാണ്. ആ തെറ്റിനെ ചൂണ്ടിക്കാണിക്കാനായിട്ട് കഴിവില്ലെങ്കിൽ ഈ പറയുന്ന പരിപാടിക്ക് നിൽക്കരുത്. തനിക്കെന്തെങ്കിലും ഫേമസ് ആവണമെന്നുണ്ടെങ്കിൽ ഈ രീതിയിൽ വന്നിട്ടല്ല ഫേമസ് ആവാനായിട്ട് സംസാരിക്കേണ്ടത്. ഷൈനെ നേരത്തെ കൊടുക്കാനായിട്ട് ശ്രമിച്ച വിൻസിയാണെങ്കിൽ ഇപ്പോൾ ഷൈനെ വെള്ള പൂശാനായിട്ട് ശ്രമിക്കുന്ന ഒരു വിൻസിയാണ് നമ്മൾ കാണുന്നത്. പറഞ്ഞത് അബദ്ധമായി പോയല്ലോ എന്ന് മനസ്സിൽ തോന്നുന്ന ഒരു വിൻസിയെ. ആ പറയുന്ന വാക്കുകൾ കാണുമ്പോൾ, മുഖം കാണുമ്പോഴേ നമുക്കറിയാം ഈ നിലപാട് മാറ്റാനായിട്ട് ഒരു താല്പര്യവും ഇല്ലാത്തൊരു വ്യക്തിയാണ് വിൻസി എന്ന് പറയുന്നത്. അതായത് ഈ പരാതിയുമായിട്ട് മുന്നോട്ട് പോകുന്ന നിലപാട് മാറ്റാൻ, അവസാനം ഈ വെള്ളത്തിൽ വീണ് കഴിഞ്ഞാൽ കൈയിട്ടടിച്ച് എങ്ങനെയും കരയിൽ കയറുക എന്ന് പറയുന്ന ഒരു അവസ്ഥയിലാണ് വിൻസി അലോഷ്യസ് ഉള്ളത്. എങ്ങനെയും അടിച്ചത് കരയിൽ കയറാനായിട്ട് ശ്രമിക്കുകയാണ്. പക്ഷേ കൂടുതൽ അടിക്കും തോറും മാധ്യമങ്ങൾ വളഞ്ഞിട്ട് വെള്ളത്തിലേക്ക് തള്ളാനായിട്ട് ശ്രമിക്കുന്ന ഒരു അവസ്ഥയാണ് നമ്മൾ കാണുന്നത്. എന്തായാലും ഈ രീതിയിലൊക്കെ വന്നൊരു പ്രസ്താവന നടത്തുന്ന സമയത്ത് അതുമായിട്ട് മുന്നോട്ട് പോകാനായിട്ട് തനിക്ക് കഴിയുമോ ഇല്ലയോ എന്ന് നോക്കിയിട്ടുകൂടി ചെയ്യുക. ആ നടൻ വലിയ മുന്തിയിടത്തിലെ ആളാണ്, വലിയ പിടിപാടുണ്ടെന്നുള്ളത് അത് മനസ്സിലാക്കിക്കൊണ്ട് വേണമായിരുന്നു ഈ പരിപാടിക്ക് നിൽക്കാൻ. ഇപ്പോൾ ഷൈൻ എന്തായാലും നൈസായിട്ട് ഊരി പോകും, അത് നമുക്കറിയാവുന്ന കാര്യം തന്നെ. മുൻപ് ഇത് തന്നെയായിരുന്നു. എന്തായാലും വിൻസിക്കിന് സിനിമ കിട്ടില്ല എന്നുള്ളത് നമുക്കറിയില്ല. എന്തായാലും വിൻസിക്കുള്ള പണി ഷൈൻ അത് എന്തായാലും ഉടനെ കൊണ്ടുവന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം ബി കെയർഫുൾ.
ഇത്തരം കാര്യങ്ങളുമായിട്ട് ഇത്തരം പ്രസ്താവനകളായിട്ട് വരുമ്പോൾ അത് സിനിമയ്ക്കകത്ത് തന്നെ തീർക്കാനുള്ള ഒരു പ്രശ്നമല്ല, പബ്ലിക്കിൽ അറിയേണ്ട കാര്യം തന്നെയാണ്. ഇത് സിനിമയ്ക്കകത്ത് കിടക്കുന്ന വിഷയങ്ങൾ സിനിമാക്കാർ തന്നെ തീർക്കാനാണെങ്കിൽ പിന്നെ എന്തിനാണ് നിങ്ങൾ എടുക്കുന്ന സിനിമ തിയേറ്ററിലേക്ക് വിടുന്നത്? ഞങ്ങളെപ്പോലുള്ള സാധാരണ ജനങ്ങളുടെ പൈസ പിഴിഞ്ഞുകൊണ്ട് എന്തിനാണ് നിങ്ങൾ തിയേറ്ററിലേക്ക് സിനിമ വിടുന്നത്? നിങ്ങൾ തിയേറ്ററിൽ സിനിമ എടുക്കുന്ന ആളുകൾ മാത്രം കണ്ടാൽ പോരെ? അപ്പോൾ പബ്ലിക്കിലേക്ക് അത് പോയി സിനിമ അത് സ്പ്രെഡ് ആവണം, നിങ്ങൾക്ക് വിജയിക്കണം, നിങ്ങൾക്ക് അതിന് കാശ് കിട്ടണം, അതൊരു വിചാരമാണ്. പക്ഷേ അതേസമയം സിനിമയ്ക്കകത്ത് ഈ പറയുന്ന മോശം പരിപാടികൾ നടന്നാൽ, എന്ത് തന്തയില്ലായ്മ നടന്നാലും അത് സിനിമയ്ക്കകത്ത് തീർത്താൽ മതി, അത് പുറത്തേക്ക് പോകണ്ട, പുറത്തുള്ളവർ അറിയേണ്ട കാര്യമില്ല എന്ന് പറയുന്ന ആ ഒരു നിലപാടുണ്ടല്ലോ, ആ നിലപാടിനോടാണ് എതിർപ്പ്, അല്ലെങ്കിൽ ആ നിലപാടാണ് മാറ്റേണ്ടത്. എന്തായാലും വിൻസിയുടെ നിലപാടും ഷൈനിൻ്റെ ഓരോ പ്രസ്താവനകളും ഒക്കെ നമ്മൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം അങ്ങോട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഇതിനകത്ത് കൂടുതൽ ചർച്ചകളുടെ ഒന്നും ആവശ്യമില്ല. ഷൈൻ എന്തായാലും ഓടി രക്ഷപ്പെടും, ഷൈൻ ഇതിൽ നിന്നും ഊരിപ്പോവും, ഷൈനൊന്നും ഉപയോഗിച്ചിട്ടില്ല എന്നുള്ള രീതിയിലേക്ക് തന്നെ കാര്യങ്ങൾ വരും. അവസാനം വിൻസി മാത്രം പെടുമെന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയമില്ല. ഇനി ഇത് എന്തിൻ്റെ പേരിലാണ് ഈ പറയുന്ന രീതിയിൽ വിൻസി വന്നതെന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. സിനിമയുടെ ഒരു പ്രൊമോഷൻ ആണോ ഇല്ലയോ എന്നുള്ളതും നമുക്കത് സംശയിക്കേണ്ടതായിട്ടുണ്ട് കേട്ടോ.